ഇന്നീ പ്രാർത്ഥന പ്രത്യേകമായി പരിശുദ്ധാത്മാവിന്റെ അരൂപിയാലാണ്, പരിശുദ്ധാത്മാവിന്റെ കൃപയാലാണ് ഇന്നത്തെ ദിവസം. ഇന്ന് ഈശോയുടെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നു, ഒരു നേരത്തെ ഉപവാസിച്ച് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാതിരുന്ന് പ്രാർത്ഥിക്കുന്നതാണ്. ഇന്ന് എന്തിടണം, ഇന്ന് എന്താണ് ഇടേണ്ടത് എന്ന് പറയാൻ എന്താ എനിക്ക് വചനം തരണേ ഈശോയെ, എനിക്ക് വചനം തരണേ ഈശോ, ഞാൻ ഇന്ന് എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് ചോദിച്ചു ഒരു 3 മണിക്കൂർ നേരെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അന്നിടാനുള്ള ഒരു വാക്ക്, ഒരു വചനം എന്താണ് കർത്താവ് തരുന്നത്, അത് കർത്താവ് പരിശുദ്ധാത്മാവ് ഉറച്ചു പറയുന്നു. പരിശുദ്ധാത്മാവ് ഇന്ന് പലരോടായി പറയുന്നു. ഈ പ്രാർത്ഥന കേൾക്കുന്ന പലരും ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങള് ഈ വലിയ പ്രതിസന്ധി ഘട്ടത്തില് അതെന്താണോ എന്ന് ഇത് കേൾക്കുന്നവർക്ക് മനസ്സിലാകും. ഇതാരാണോ എന്താണോ ആർക്ക് വേണ്ടിയുള്ളതാണെന്ന് പരിശുദ്ധാത്മാവ് ഇത് കേൾക്കുന്നവരുടെ മനസ്സില്, ആത്മാവില്, ചിന്തയിൽ പ്രവർത്തിച്ചിരിക്കും. കാരണം ഇത് അവർക്ക് വേണ്ടിയുള്ളതാണ്. 2 മക്കബേർ 3 39, 2 മക്കബേർ 2:3-39. കാരണം ആ വചനത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് പറയുന്നു. കാരണം അത് ഉറപ്പാണ്, പരിശുദ്ധാത്മാവ് പറയുന്നുണ്ട്, അത് ഉറപ്പാണ്. ഇത് കേൾക്കുന്ന മാത്രയിൽ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നെന്ന് ഈശോപ്പം പറയുന്നു. പരിശുദ്ധാത്മാവ് പറയുന്നു, ഇത് അവരുടെ ഹൃദയത്തിലേക്ക് ഈ വാക്ക് വായിക്കുമ്പം തന്നെ സ്വർഗസ്ഥനായ ദൈവമാണ് അവിടെ കാക്കുകയും അതിന് സഹായമായി എത്തുകയും ചെയ്യുന്നത്. അത് സ്വർഗസ്ഥനായ ദൈവമാണെന്ന് അവിടെ കാക്കുകയും അതിനെ സഹായമായി എത്തുകയും ചെയ്യുന്നതെന്ന് എങ്കിൽ തീർച്ചയായും ഏതോ വലിയ പ്രതിസന്ധി ഘട്ടത്തെ അതിനെ അതിജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടുന്ന ഏതോ കുടുംബമുണ്ട്. അത് ഇത് കേൾക്കുന്ന ഒരാൾക്ക് വേണ്ടിയാണ് കർത്താവ് ഈ പരിശുദ്ധ അഭിഷേകത്താൽ പരിശുദ്ധാത്മാവിനാൽ ഇന്ന് ഈ വചനം എനിക്ക് തന്നിരിക്കുന്നത്. അത് സ്വീകരിക്കുക. ആരൊക്കെയാണോ ഈ വചനം കേൾക്കുന്നത് അത് ഉറച്ച് നടന്നിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഈ വചനം കേൾക്കുന്ന നിമിഷത്തെ തന്നെ അത് നടന്നിരിക്കുന്നു. അവരുടെ പ്രശ്നങ്ങൾ, അവർ ഭാരപ്പെടുത്തുന്ന വിഷമങ്ങൾ, അവരെ പേടിപ്പെടുത്തുന്ന വിഷമങ്ങൾ, വല്ലാതെ ഭയപ്പെടുന്നു, വല്ലാതെ പേടിക്കുന്നു, ആ വിഷയങ്ങളിൽ നിന്ന് എങ്ങനെ പുറത്ത് ചാടുമെന്ന് വിചാരിച്ച് വിഷമിക്കുന്ന ആ അവസ്ഥയിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ ഭയപ്പെടേണ്ട. ഈ വചനം വായിച്ച് ഈ വചനത്തോട് ചേർത്ത് വെച്ച് നീ പ്രാർത്ഥിക്കുക. യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ മഹത്വം, യേശുവേ മഹത്വം, യേശു ആരാധന, അങ്ങയ്ക്ക് നന്ദി തമ്പുരാനെ. പരിശുദ്ധാത്മാവ് ഇത് അങ്ങ് വെളിപ്പെടുത്തി തന്നതിന് നന്ദി പറയുന്നു. അങ്ങയുടെ തിരുവിഷ്ടം അപ്പ നിറവേറ്റണമേ, അങ്ങയുടെ തിരുവിഷ്ടം അങ്ങ് നിറവേറ്റണേ. അങ്ങ് മഹത്വപ്പെടുത്തുന്നതിന് നന്ദി പറയുന്നു യേശുപ്പ. അങ്ങ് തന്ന കൃപയ്ക്ക് നന്ദി തമ്പുരാനെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തെ സ്തുതിയായിരിക്കണമേ. ആമേൻ.